ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനത്താൽ നാം അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ഇപ്പോൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി എന്ന വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഇത് ശുദ്ധീകരിക്കുന്ന വചനമാണ്, അനുഗ്രഹിക്കുന്ന വചനമാണ്, ഒരു വ്യക്തിയുടെ സ്ഥിതി മാറ്റുന്ന വചനമാണ്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമുണ്ട്. ആദ്യം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കും. കണ്ണുകളെ അടയ്ക്കുക. ലവ് യു ഫാദർ, യേശുവിൻ്റെ നാമത്തിൽ ഈ സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങണം. ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന മക്കളെ സഹായിക്കണം. കർത്താവ്, ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വെളിച്ചം വ്യാപരിക്കണം. അവരുടെ ഇരുട്ടുകൾ മാറണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നമുക്ക് അനുഭവിക്കാം. ഗോഡ് ബ്ലെസ് യു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി അവസാനിപ്പിക്കുന്ന ഭാഗമാണ് ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഒരാമീൻ പറഞ്ഞാട്ട്. ഇവിടെ ഈ 20-ാം അധ്യായം പഠിക്കുമ്പോൾ അറിയാം, യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാർക്ക് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലും കർത്താവ് ശുശ്രൂഷയിൽ ചെയ്ത ഏറ്റവും വലിയ കാര്യം ഞാനാണ് ദൈവമെന്ന് ശുശ്രൂഷയിൽ വെളിപ്പെടുത്തുകയായിരുന്നു. ഒരാമീൻ പറഞ്ഞാട്ട്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ നടന്ന ഏറ്റവും വലിയ കാര്യം. ഞാൻ നിങ്ങളോട് പറയുന്ന ഏറ്റവും വലിയ വെളിപ്പാട്, അവൻ ഏക സത്യ ദൈവം അത്രേ. എത്ര പേർക്ക് ആമീൻ പറയാനായിട്ട് പറ്റും? ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ പൗലോസ് പറയുന്ന വെളിപ്പാട്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ആ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് യേശുക്രിസ്തു എന്ന ഏക സത്യ ദൈവത്തിൻ്റെ അടുക്കലാണ്. ഉറപ്പുണ്ടല്ലേ? ഹല്ലേലൂയ പറയാം. കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്തപ്പോഴൊക്കെ ഈ 5 അപ്പം എടുത്ത് 5000 പേരുടെ വയറൊക്കെ നിറച്ചപ്പം ജനങ്ങൾ നമ്മുടെ അത്ഭുതപ്പെട്ട് നോക്കിയപ്പം കർത്താവിന് ഇത്രയേ ഉള്ളൂ, എടാ ഞാൻ മനുഷ്യനല്ല, ഞാൻ ദൈവമാണ്. അതാ അതിൻ്റെ അർത്ഥം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശുക്രിസ്തു മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവമാണ്. നമ്മളെല്ലാം സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ കൂടെ ജനിക്കപ്പെട്ടവരാ. പക്ഷേ യേശു മാത്രം, ശ്രദ്ധിക്കണമേ, പുരുഷന്റെ സഹായമില്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഉരുവായതാണ്. അവൻ രക്തബന്ധങ്ങളിൽ നിന്ന് ഉരുവായതല്ല, മറിച്ച് അവൻ പരിശുദ്ധാത്മാവിൽ ഉരുവായതാണ്. യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം, വചനം ജഡമായി തീർന്നു, കൃപയും ശക്തിയും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ എല്ലാ മിനിസ്ട്രിയിലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുക. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, യേശുവേ ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചതാ. ഉടനെ ഉത്തരം, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നത്രേ. ഞാൻ പിതാവിൽ വസിച്ച് നിങ്ങളുടെ നടുവിൽ ഇരിക്കുന്ന പോലെ നിങ്ങൾ എന്നിൽ വസിച്ച് ജീവിക്കണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ഞാൻ ചെയ്തതിനും അധികം ചെയ്യും. കാരണം ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയായതുകൊണ്ട്.
നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വം നാം അറിഞ്ഞിരിക്കേണ്ടത് മോശയെ കുറിച്ചല്ല, ഏലിയാവിനെ കുറിച്ചല്ല. അതെല്ലാം വേണം. പക്ഷെ അതിനേക്കാൾ ഉപരി അറിഞ്ഞിരിക്കേണ്ടത് ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റൂ? ഞാൻ ഇച്ചിരി ഗഹനമായിട്ട് ഇതൂതിലേക്ക് വരികയാണ്. ഏതൊരു സംഘടനയുടെയും ഏതൊരു പ്രസ്ഥാനത്തിലെ ലീഡർ മരിച്ചു കഴിഞ്ഞാൽ ആ പ്രസ്ഥാനം ശുഷ്കിക്കാൻ തുടങ്ങും. അപ്പം റോമാക്കാരും യഹൂദന്മാരും എല്ലാം അല്ലെങ്കിൽ സകല മനുഷ്യരും വിചാരിച്ചത് യേശു എന്ന ലീഡറെ വകവരുത്തിയാൽ ഇതെല്ലാം തീരും എന്നാ വിചാരിച്ചത്. ശിഷ്യന്മാർ പോലും അങ്ങനെ വിചാരിച്ചത്. അതുകൊണ്ടാണ് അവർ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ വലയെടുത്തുകൊണ്ട് പഴയ പണിക്ക് നിങ്ങൾ എന്നോട് സഹരി അല്ലേ പോവോ പത്രോസ് തള്ളി പറയാൻ കാര്യം അവൻ്റെ ബലഹീനതയാ. ഞാൻ നിങ്ങളോട് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടെ. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്കറിയാമോ, അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ മഗ്ദലക്കാരത്തി മറിയ വേറെ ചില സ്ത്രീകളെയും കൂടെ കൂട്ടി കല്ലറക്കൽ പോകുക. ഈ കല്ലറ എന്ന് പറയുന്ന സ്ഥലം അത്ര സുഖമുള്ളൊരു ഏർപ്പാടല്ല. ആണോ അച്ഛൻ എന്തോ ഈ ദിവസങ്ങളിൽ ചെറിയ വിഷമമുണ്ട്. അച്ഛൻ വൈകിട്ട് കല്ലറയിൽ പോയിരിക്കുന്നത് നമ്മൾ കേൾക്കാറില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ ശവമടക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ശവമടക്ക് നടക്കുമ്പം തുടങ്ങുമ്പോൾ ഒരു 10-600 പേരൊക്കെ കാണും, നല്ല ശവമടക്കുകയാണെങ്കിൽ. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ പറയും എന്നാൽ ഇനിയും പ്രാർത്ഥിച്ച് വീട്ടിലെ ശുശ്രൂഷ ആരംഭിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു 10-200 പേര് പോവും. ശുശ്രൂഷയുടെ എതിരുണ്ടായിട്ടല്ല, അവർക്ക് പോയിട്ട് വരെ ആവശ്യങ്ങളുണ്ട്. അപ്പം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ മഗ്ദലക്കാരത്തി മറിയ ചില സ്ത്രീകളെയും കൊണ്ട് എവിടെ എത്തി? കല്ലറക്കലെത്തി. ശ്രദ്ധിക്കുക. അപ്പം മറിയോട് ചോദിച്ചേ, നിനക്ക് പേടിയില്ലയോ? ഒരു പേടിയില്ല. എന്നാ കല്ലറ സാധാരണ വരാൻ സാധ്യതയുള്ളത് എന്തുവാ? കല്ലറ ആൾക്കാർ എന്തുകൊണ്ടാണ് കല്ലറ പോകാൻ പേടിക്കുന്നേ? വിടുന്നില്ലല്ലോ. പണ്ടേ 2 പേര് തമ്മിൽ ബെറ്റ് വെച്ചു. ഒരാടെ കല്ലറ രാത്രി പോയി ഒരാണി അടിച്ചേച്ച് വന്നാൽ നിനക്ക് 10,001 രൂപ തരാമെന്ന് പറഞ്ഞു. രാത്രി ഒരു ചുറ്റിയ ആണിയും കൊണ്ട് ഇവൻ പോയി ക്യൂടെക്സിൻ്റെ ലുങ്കി കൊടുത്തോണ്ടാ പോയെ. അവിടെ കല്ലറ ചെന്നപ്പോൾ എങ്ങുമില്ലാത്തൊരു വിറയൽ. ഹല്ലേലൂയ. ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നോണ്ട് ആണി അടിച്ച്. അപ്പോൾ പുടിക്ക് ഇച്ചിരി ധൈര്യമുള്ളത് ഈ പറഞ്ഞു വിട്ടവന്മാർ നോക്കാൻ ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ആണി അടിച്ചു തിരിഞ്ഞപ്പം ഒരു പിടുത്തം. ആ പരവേശനടയ്ക്ക് ആ ലുങ്കിയുടെ ചേർത്ത് വെച്ച പിന്നെ പറയണ്ട, അവിടെ വീണ് ബോധം പോയി. പിറ്റേന്ന് രാവിലെ ആംബുലൻസ് വന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടാ ജീവിച്ചേ. കല്ലറ എന്ന് പറഞ്ഞു. അപ്പം കല്ലറയിൽ വരാൻ സാധ്യതയുള്ളത് എന്തുവാ? ഭൂതങ്ങള്. അവിടെ വിടുന്നില്ലല്ലോ. മഗ്ദലക്കാരത്തി മറിയേ, നിനക്കെന്നാ പേടിയില്ലാത്ത? അവള് പറയും കല്ലറയിൽ കള്ളന്മാര് വരത്തില്ല, കള്ളര വരാൻ ഭൂതമേ ഉള്ളൂ. അവനെ എനിക്ക് പേടിയില്ല, കുറെ നാൾ അവൻ എന്റെ ദേഹത്ത് ഇരുന്നിട്ടുള്ളതാ. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അതുകൊണ്ട് എനിക്ക് ഭൂതങ്ങളെ പേടിയില്ല, എന്നെ വിടുവിച്ചവനെ എനിക്ക് കണ്ടേ പറ്റൂ. ഇത് സാധാരണ കല്ലറയല്ല, ഒരു പട്ടാളത്തിന്റെ കാവലിനകത്തൊരു കല്ലറ നിൽക്കുക. അതിനവരവിടെ ഉള്ളു പടച്ചു. എന്റെ ഭൂതക്കട്ടടി. ഈ ഡെലിവറൻസ് എന്നൊക്കെ പറഞ്ഞ എന്താന്നാ വിചാരിക്കുന്നത്? ചില ആൾക്കാരൊക്കെ പറയും, അവരുടെ ഒരു ഡെലിവറൻസ് മീറ്റിംഗ്. എടാ, ഡെലിവറൻസ് നടന്നവനോട് ചോദിച്ചു ഡെലിവറൻസ് എന്തുവാന്ന്. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. എടാ, ഇന്നിവിടെ പാടിയ പോലെ ആഴത്തിലൊന്ന് ഇടപെട്ടാൽ നിന്നെ അന്ധകാരം മൂടാമെന്ന മേഖലകളെ ഇന്ന് പകൽ കാറ്റിൽ പുക പതറുന്ന പോലെ സകല ആഭിചാര മന്ത്രവാദ ശക്തികളെ പിടിയിൽ നിന്നും കുറ്റിയടിച്ച് മൃഗത്തെ കെട്ടിയേക്കുന്ന പോലെ നിന്നെ ബന്ധിച്ചേക്കുന്ന കുരു കഴിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. നിങ്ങളാരും വൈകിട്ട് കല്ലറ പോകല്ലേ, അവിടെ പിടിച്ചു പറിക്കുന്നവരുണ്ടെന്ന് ആരും പറയാറില്ല. പക്ഷെ നിങ്ങളാരും കല്ലറ പോകല്ലേ, കല്ലറയെന്ന് എല്ലാവരും കൂടാൻ സാധ്യതയുണ്ടെന്നേ പറയാറുള്ളൂ. അവള് പറഞ്ഞ് പേടിക്കണ്ട, നീണ്ട വർഷങ്ങൾ 7 ഭൂതങ്ങളുടെ ശരീരത്ത് മേഞ്ഞതാ. ഇവനാ എന്നെ ഭൂതക്കെട്ടടിച്ചത്, എനിക്കവനെ കണ്ടേ പറ്റൂ. കുഞ്ഞും ഒരു മർമ്മം നിന്നോട് പറയാം. നിങ്ങൾ നോക്കിക്കേ, അമ്മ 7 ഭൂതം ബാധിച്ച് ഇവളെ സ്കാനിങ് മിഷനിൽ കൊണ്ട് കേട്ടിക്കേ. സ്കാനിങ് പറയും ഒന്നുമില്ല.
എക്സ്റേ എടുത്ത് അവർ ഒരു അസ്ഥിക്ക് ഒരു പ്രശ്നവും ഇല്ല, ബ്ലഡ് ടെസ്റ്റ് നോക്കി ഒരു കുഴപ്പവും ഇല്ല. ആ കേസിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പറയും ഇത് രോഗമല്ല, ഭൂതമാണ്. ആരോടൊക്കെ ദൈവാത്മാവ് പറയുക, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. യെസ്, ഇന്ന് എന്തൊക്കെയോ ഒരു ഡെലിവറൻസ് ഇവിടെ നടക്കാൻ പോവുക. എന്തൊക്കെയോ നിന്റെ ലൈഫിൽ ഇതുവരെ നടക്കാത്ത ഒരു വലിയ ഡെലിവറൻസ്. ഇവിടെ നിന്നോണ്ട് ഞാനൊരു ആത്മീക വെളിപ്പാടൂടെ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങളെ തകർക്കുന്ന ദുർഭൂതങ്ങളുണ്ട്. കുടുംബങ്ങൾക്കകത്ത് കുടിയിരുന്ന് ഉപദ്രവിക്കുന്ന ദുർഭൂതങ്ങൾ. എന്നാൽ ഇവിടെ നിന്നോണ്ട് ഞാൻ നിന്നോട് പറയാം, അതിനകത്തുനിന്ന് ഡെലിവറൻസ് തരാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ. അവന്റെ പേര് യേശു. ആമേൻ. പുച്ഛിച്ച് തള്ളല്ലേ കുഞ്ഞെ, ആഴത്തിൽ ഇടപെട്ടാൽ ആഴത്തിൽ വിടുതൽ നടക്കും. നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ആ ദൈവിക വിടുതൽ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു ഡെലിവറൻസ് നടക്കട്ടെ. നിന്റെ സാമ്പത്തിക മേഖലയിൽ ഒരു ഡെലിവറൻസ്, നിന്റെ സന്തതിയുടെ കുടുംബ ജീവിതത്തിൽ ഒരു ഡെലിവറൻസ്, നിന്റെ ആത്മീക ജീവിതത്തിൽ ഒരു ഡെലിവറൻസ്. നിന്നെ പന്ത് തട്ടി കളിക്കുന്ന പോലെ പിശാച് തട്ടി കളിക്കുന്നെങ്കിൽ നീ വിളിച്ചു പറ, എനിക്കൊരു ഡെലിവറൻസ്. ആരെയൊക്കെയോ ജാതീയ ശക്തികൾ കടിച്ചു വലിക്കുക. എന്നോട് ദൈവാത്മാവ് പറയുക, അഭിഷേകമുള്ള ദാവീദിന്റെ വടിയുടെ സ്പർശനം ആട്ടിൻകുട്ടി സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിക്കപ്പെട്ട പോലെ നിന്നെ കടിച്ചു വലിക്കുന്ന ജാതീയ പോരിൽ നിന്ന് ഈ മെസ്സേജ് നടക്കുമ്പോൾ ഒരു ഡെലിവറൻസ്. യേശുവിന്റെ നാമത്തില് എനിക്ക് കാണാം ദൈവത്തിന്റെ അഗ്നി കത്തുക. നിന്റെ ശരീരത്തിനൊരു ഡെലിവറൻസ്, നിന്റെ കിഡ്നിയിലൊരു ഡെലിവറൻസ്, നിന്റെ ട്യൂമറിന് മേലൊരു ഡെലിവറൻസ്. The blood of Jesus ശുശ്രൂഷ കാണുന്ന നിന്റെ മിനിസ്ട്രിയുടെ മേൽ ഒരു ഡെലിവറൻസ്. നല്ല ഹല്ലേലൂയ പറ. ഒന്ന് കൈ കൊടുത്ത നിങ്ങൾക്ക് ഒരു ഡെലിവറൻസ് ഉണ്ടെന്ന് പറ. ഇനി ഞാൻ ഡെലിവറൻസിനെ കുറിച്ച് ഒരു കാര്യം പറയാം. എല്ലാവർക്കും ഒരു ഡെലിവറൻസ് വേണം. അതെന്റെ കയ്യിലില്ല, പക്ഷേ നിന്നെ വിടുവിക്കാൻ കഴിയുന്നവൻ നിന്റെ മാനസിക തലത്തിൽ, നിന്റെ ആത്മീക തലത്തിൽ, നിന്റെ ശാരീരിക തലത്തിൽ, നിന്റെ ഫൈനാൻഷ്യൽ തലത്തിൽ, നിന്റെ ഉപബോധ മനസ്സിൽ പിശാച് കൊണ്ടിരിക്കുന്ന ദുഷ്ടചിത്രങ്ങൾ ഇന്ന് മായട്ടെ. എന്തോ ഒരു ഭയം നിന്നെ കയറി പിടിച്ചിരിക്കുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് ദുഷ്ടൻ എഴുതിയ ചിത്രം വിടാതെ പറയണം, ഒരു ഡെലിവറൻസ്, ഒരു ഡെലിവറൻസ്. ആഴത്തിൽ ഇടപെടാൻ പോവാ ദൈവാത്മാവ്. നിന്റെ സ്വപ്നത്തിൽ നിന്നെ അലട്ടുന്ന പ്രശ്നത്തിൽ നിന്ന്, ഉറക്കത്തിൽ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന സൈലന്റ് ആയി സ്ലീപ്പിംഗ് നടത്താൻ കഴിയാതെ പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ നടക്കുക ഇവിടെ. പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ നടക്കുക ഇവിടെ. ആരും പ്രവചിക്കാത്ത ചില കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ലേ? അവിടുന്ന് നിന്റെ ദൃഷ്ടി മാറരുത്. ഇന്ന് അതിന് ഡെലിവറൻസ് ലഭിക്കും. അപ്പം സ്ത്രീകൾ ഓടി. അപ്പം ഈ കല്ലറൊക്കെ ചെന്നപ്പോൾ ഈ കല്ലെല്ലാം മാറ്റി വെച്ചേക്കുന്നു. അപ്പം ഇവര് ശിഷ്യന്മാരെ വിവരം അറിയിച്ചു, ചേട്ടേ നമ്മളടക്കി യേശു ഉണ്ടല്ലോ, കല്ലറയെല്ലാം. സ്ത്രീകൾ കുനിഞ്ഞു നോക്കി. ഈ പത്രോസും മറ്റേ ശിഷ്യനും യോഹന്നാൻ, ഇവർ രണ്ടും ഓടി. ആദ്യം പത്രോസ് ആയിരുന്നു മുമ്പിൽ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ മുമ്പിൽ കയറി. ഓട്ടത്തിൻ്റെ വേഗതയല്ല, ഓടിയപ്പോഴാണ് പത്രോസ് ഓർത്തെ പെട്ടെന്ന് ഓടിച്ചല്ലാണ്ടാ, കാര്യം തള്ളി പറഞ്ഞ ആളല്ലയോ. ഇത് ചിന്തിച്ചപ്പം ഓട്ടം വന്നമായി. ഈ സമയം കൊണ്ട് യോഹന്നാൻ മുമ്പിൽ കയറി ഓടി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എന്നാ കണ്ടേ? എന്തിനാ ഭാരപ്പെടുന്നേ? എന്നാ കണ്ടേ? അവർ കല്ലറയ്ക്കകത്ത് കയറി നോക്കിയപ്പം കണ്ടതെന്താ? വായിച്ചേ, 20-ാം അധ്യായം 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യമായിരിക്കും, 6-ാം വാക്യം. അതുകൊണ്ട് പത്രോസും മറ്റോ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി. ആദ്യം കല്ലറയ്ക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു. അകത്തു കടന്നില്ല താനും. അവന്റെ പിന്നെ
സസൂക്ഷ്മം പഠിച്ചാൽ കുറച്ച് തുണി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ അടുത്ത് ഒരു ഭിക്ഷക്കാരൻ രാത്രി പോകുമ്പം വണ്ടി തട്ടി വളവിന് വീട് മരിച്ചു. ഏത് വണ്ടിയാണ് തട്ടിയൊന്നും അറിയത്തില്ല. പഞ്ചായത്തുകാർ അവനെ കൊണ്ട് അടക്കി. അവൻ ഈ തോളയിട്ടിരുന്ന പാണ്ടക്കെട്ട് പോലീസുകാർ തള്ളിക്കളഞ്ഞു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു, എടാ ഭിക്ഷക്കാരൻ അതിൽ പാണ്ടക്കെട്ടം തപ്പണം. പോലീസ് ജീപ്പ് തിരിച്ചു വന്ന് പാണ്ടക്കെട്ട് എടുത്തുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടിച്ചപ്പം 3,97,000 രൂപ ഉണ്ടായിരുന്നു. ഈശോ കിടന്നിടത്ത് ആകെ ഇച്ചിരി തുണി മാത്രം. മിണ്ടുന്നില്ല. കേരളത്തിൽ പലരും മരിച്ചപ്പം റൂമിൽ കയറി തപ്പിയപ്പം കോടികളാ കിട്ടിയിട്ടുള്ളത്. മിണ്ടുന്നില്ല. പക്ഷെ യേശു അമ്മി അടക്കിയ സ്ഥലത്ത് ഒരു ഇത്തിരി തുണി മാത്രം. ഒരാമയും പറയണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ഇനി അവിടേക്കാ പോകുന്നത്. ബാക്കി ഭാഗമൊന്നും പറയാനുള്ള സമയമില്ല. ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുമ്പോൾ, എല്ലാം 20-ാമത്തെ അധ്യായത്തിൽ അത് വായിച്ച എല്ലാം ഉണ്ട്. വാതിലടച്ചിരിക്കുമ്പോൾ യേശു അകത്ത് വെച്ച് പറഞ്ഞു, വേണ്ടേ നിങ്ങൾക്ക് സമാധാനം. വേണ്ട നോക്കാം, എൻ്റെ കൈ കേട്ടോ, ആ വിരളിങ്ങ് കൊണ്ടുപോവാ. എന്നെ ആണിപ്പഴുത കൈക്കകത്തോട്ട് എന്നാ അതെന്നാ കർത്താവേ? എടാ ഞാൻ മരിച്ചു, പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. നിങ്ങൾ കണ്ടപ്പോൾ ഇതൊരു കഥയല്ല, ഇതൊരു കഥ പുസ്തകത്തിലെ കഥയല്ല, ഒരു സത്യമായത്. വിരലിട്ട് നോക്ക, വിലാപ്പുറത്ത് കൈയിട്ട് നോക്ക. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരിച്ച് മൺമറഞ്ഞവനെ അല്ല പ്രസംഗിക്കുന്നേ, മരണത്തെ ജയിച്ച എന്നേക്കും ജീവിക്കുന്ന ഏക സത്യ ദൈവം. ഹല്ലേലൂയ. ഇനി പറയട്ടെ സത്യം. അപ്പം കൈയും കാലുകാരെ കാണിച്ചു. അന്നേരം ഈ തോമസ് അവിടെ ഇല്ലായിരുന്നു. തോമസ് എനിക്ക് വന്ന് കേരളത്തിൽ വന്നത് ആരാ? തോമസാ. കളിയാങ്കൽ പൗലോമുറ്റ് എന്നിടങ്ങളിൽ വന്ന് 7 പള്ളികൾ സ്ഥാപിച്ചെന്നാണ് ക്രൈസ്തവ ചരിത്രം. എനിക്ക് തോന്നി ഈ തോമസ് കേരളത്തിൽ വന്നുകൊണ്ടാണ് കേരളക്കാർക്ക് പൊതുവെ കുറച്ച് അവിശ്വാസമുണ്ട്. അത് ആ തോമസിൻ്റെ കൂടെ വന്നൊരു വ്യാപാരമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വേണ്ടിയല്ല. തോമസ് പറഞ്ഞു, ഞാൻ അവൻ്റെ ആണിപ്പഴുതേറ്റെടുത്ത് വിരലിട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതൊന്നും പ്രസംഗിക്കാൻ നേരമല്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കി. ഹല്ലേലൂയ. തോമസ് വന്നപ്പം പറഞ്ഞു, തോമസേ നിന്റെ കൈ ആ ഭാഗം ഒന്ന് വായിക്കുക പ്ലീസ്. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. മറ്റ മലയാളത്തിൽ വന്ന ചേട്ടാ, അവിശ്വാസിയാകാതെ നീ വിശ്വാസിയായിരിക്ക. അപ്പക്കോട്ട ചുമന്നിട്ട് നിനക്ക് ഗുണം വരുന്നില്ലല്ലോ. ഹല്ലേലൂയ. അവിശ്വാസിയാകാതെ വിശ്വാസിയാകാം. അടുത്തത് തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. നീ എന്നെ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചേക്കുന്നത്. പക്ഷെ എന്നെ കാണാതെ കുറച്ചുപേര് വിശ്വസിക്കാൻ പോവാ. അത് നമ്മളാ. അവർ ഭാഗ്യവാന്മാരാ. കാണാതെ വിശ്വസിക്കുന്നവർ. അടുത്ത വാക്യം കൂടെ വായിച്ച്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. അപ്പൊ ഇത് മാത്രമല്ല, എല്ലാം കൂടി എഴുതാൻ പോയാൽ ബൈബിൾ ഈ ഷേപ്പിൽ കിട്ടത്തില്ല. കണ്ടെയ്നറെ കൊണ്ടുവരേണ്ടി വരും. മിണ്ടുന്നില്ല. കണ്ടെയ്നർ വരുന്നത് എങ്ങോട്ടാ? അത് ജീസസ് വോയിസിലെ യോഗത്തിലോട്ടാ. എന്തോ ബൈബിളാ. അത് കൊണ്ടുവന്ന് വെച്ചാൽ അത് പാർക്ക് ചെയ്യാൻ സ്ഥലം ഇട്ടിട്ട് സമയം കയറി 2 പേര് കൂടി ഒരു പേജ് മറിക്കണം. അതുപോലെ അത്ഭുതങ്ങളാ. കേരളം മൊത്തം എഴുതിയാൽ തീരാത്ത അത്ഭുതമാണ്. അതിനകത്ത് എല്ലാം വെട്ടി ചുരുക്കും. നിനക്ക് വേണ്ടിയത് മാത്രമേ ഇതിനകത്ത് കേട്ടിട്ടുള്ളൂ. രാമീൻ പറഞ്ഞാട്ട്. അപ്പൊ ഇത്രയും അത്ഭുതങ്ങളല്ല, ഒത്തിരി അത്ഭുതങ്ങൾ ആര് ചെയ്തിട്ടുണ്ട്? കർത്താവ് നിനക്ക് പിടിച്ചോണ്ട് പോകാമെന്ന പരുവത്തില് ഇങ്ങനെ തന്നിരിക്കുക. ഇപ്പം വേണ്ട, ഇതിനകത്തും തന്നേക്കുക. ഇതിനകത്ത് ഉണ്ടായിട്ടും ഗുണമില്ലല്ലോ. പോട്ടെ. അടുത്ത വാക്യം വായിച്ചോണം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. മതി ഞാൻ ആ ഭാഗത്തേക്ക് വരിക. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. അപ്പൊ കർത്താവ് പറയുക, ഇങ്ങോട്ട് നോക്കിയേ, ആണിപ്പഴുതേറ്റ കാര്യങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറയുക, നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുക. നിങ്ങൾ യെരുശലേം വിട്ട് പോകരുത്. നിങ്ങൾ ഇപ്പം ഇവിടെ താമസിക്കണം. എന്നാ കാര്യം? ഹല്ലേലൂയ. ഞാൻ ഉയരത്തിന് ശക്തി
നിങ്ങൾക്ക് തരാം. നിങ്ങൾ പോകരുത്, നിങ്ങൾ ഇവിടെ ഇരിക്കണം. അതെന്നാ കാര്യം? നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടാൽ നിങ്ങൾ ഭയപ്പെടും. ഒറ്റയ്ക്ക് വിട്ടാൽ ഒന്നും നടക്കത്തില്ല. പക്ഷേ യേശു പറയുന്നൊരു ഭാഗമുണ്ട്, ഞാൻ പോകുന്നത് പ്രയോജനം, പോകാൻ ഞാൻ കാര്യസ്ഥൻ വരത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമ്പോഴും എന്നേക്കാൾ ശക്തനായവൻ ദാ വരുന്നുണ്ട് നിന്റെ അടുക്കലോട്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് അവിടെ വായിക്കുക. കർത്താവിന് സ്തോത്രം. ആമി സ്തുതിയെ. നിങ്ങൾ കാത്തിരിക്കണം പരിശുദ്ധാത്മാവിനായിട്ട്. അവരങ്ങോട്ട് കാത്തിരുന്നു. നോക്കി, യേശു സുവിശേഷം പ്രസംഗിക്കാൻ അയച്ചപ്പോൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ബൈബിളിലോട്ട് വാ. ഹല്ലേലൂയ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം പ്രസംഗിക്കണം. ബാക്കി പറയോ? രോഗിയെ കണ്ടാൽ ഗ്ലോറി വാങ്ങിച്ചു പോരരുത്, സൗഖ്യമാക്കി വെച്ച് പോരണം. ഞാൻ ബൈബിളാ പറയുന്നത്. ആമേൻ. ഭൂതത്തെ കണ്ടാൽ, എന്നാ ഒരു സ്ഥലത്ത് ഭൂതം ഇളയപ്പോഴേ ഭൂതം പറഞ്ഞു ഞാൻ പോവുകയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ശുശ്രൂഷിച്ച പാസ്റ്റർ വന്നു, എന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞു. ഭൂതം പോകാൻ PTH സർട്ടിഫിക്കറ്റ് ഒന്നും വലിയ കാര്യമല്ല. ഭൂതം ഇളകുമ്പം അടങ്ങിയിരി അവിടെ നിന്ന് പറഞ്ഞ് PTHൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് തല വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഇതെല്ലാം വേണം. പക്ഷെ ഇതൊന്നും മിനിസ്ട്രിയുടെ തലത്തിൽ പ്രയോജനപ്പെടണമെങ്കിൽ ഇതിനകത്ത് ആത്മാവിൻ്റെ അഗ്നി വേണം. എന്താണ് ആ കുഞ്ഞിൻ്റെ രോഗം? ബാലൻസ് ഇല്ല. എത്ര വയസ്സുണ്ട്? 2 പേര് പിടിച്ചാലേ നടക്കാൻ പറ്റും. എത്ര കൊല്ലമായി? 5 വർഷമായി. ഒന്ന് ചിരിക്കാവോ? എൻ്റെ പൊന്നു സിസ്റ്ററെ, നിങ്ങളൊന്ന് ചിരിക്ക. ചിരിക്കാൻ അറിയത്തില്ലയോ? ചിരിക്കാൻ അറിയാവോ? യേശുവേ, തമിഴ് സംസാരിക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഇതിനിടയ്ക്കുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരണം. ഓടി വാ മോളെ. ആ മോളോട് തമിഴിലൊന്ന് ചിരിക്കാൻ പറയോ? പെട്ടെന്ന് തമിഴ് പറയണമല്ലോ. ഞാൻ പറയുന്ന അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. നീ സൗഖ്യമാവുമെന്ന് വിശ്വസിക്കുന്നു? ആ മോനം കൈവിട്ടേ. ആ ഇങ്ങോട്ട് നോക്ക്. കരയണ്ട. ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നടന്നു പോരെ. വിട്ടേ ബ്രദർ, വിട്. ആരുമില്ലാതെ. ആ യെസ്, സ്റ്റെപ്പ് പവർ. തന്നെ കാല് പറിച്ചു വെച്ചാൽ. ആ യേശുവേ, 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 യേശുവേ. വിശ്വാസത്താൽ യെസ്, ഹീലിംഗ്. മോളെ, എനിക്ക് കൈ തന്നേ. എന്നെ നോക്ക് പ്ലീസ്. കാല് കൊടു. ആ മറ്റേ കാലൂടെ പുറത്തേക്ക്. ഹീൽ. സൗഖ്യം. 5 വർഷമായി തളർന്ന ഇവൾ കൈകളെ ചേർത്തടിച്ച് വന്നിട്ട് ആ കൈകളെ ചേർത്തടിച്ച് എന്നെ നോക്കി യെസ് കം. വേറൊന്നും നോക്കണ്ട. എന്നെ നോക്കി വരിക, ഓടി വരിക. യെസ്, യേശു കൂടെ വരുന്നു. യെസ്, നിന്റെ കൈക്ക് പിടിക്കുന്ന യേശു സൗഖ്യമാക്കുന്നു. 5 വർഷം തളർന്നെന്ന് പറയുന്നത് ഇതാ ജീസസ് വോയിസിലെ പ്രാർത്ഥനയ്ക്കകം യേശു ആ കൈകളെ അടിച്ച്
ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമല്ലേ? നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് യേശു കൈവെക്കാൻ പോവുക. നിങ്ങളുടെ കടബാധ്യതകൾ കർത്താവ് തൊടാൻ പോവുക. നിങ്ങളുടെ പരാജയത്തെ യേശു തൊടാൻ പോവുക. കണ്ണുകളെ അടച്ചാൽ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, ലവ് യു ഫാദർ, യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശാപത്താൽ ബന്ധിക്കപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്നവരെ ദൈവം കുരുക്കുകൾ അഴിച്ചു സ്വതന്ത്രമാക്കണം. ഇന്ന് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ കൈ അവരുടെ രോഗമുള്ള ഭാഗത്ത് തൊട്ട് ആ ബന്ധനത്തെ എന്നേക്കുമായി നീക്കിക്കളയണം. നിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രയർ ആവശ്യമാണോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സഹായിക്കാൻ താല്പര്യമുണ്ടോ? പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഈ ജീസസ് വോയിസിൻ്റെ TV മിനിസ്ട്രിക്ക് വേണ്ടി കൊടുത്ത് സഹായിക്കാം. താഴെ കാണുന്ന നമ്പറിൽ അഡ്രസ്സുകളിൽ വിളിക്കുക, ലെറ്റർ അയക്കുക. ഒന്നിച്ച് കർത്താവിൻ്റെ രാജ്യം കൈവശമാക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.